മുല്ലപ്പെരിയാർ ഡാമിന്റെ ശോചനീയാവസ്ഥ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്ന് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ CR നീലകണ്ഠൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി നേതൃത്വം നൽകിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ഡാം വരുന്നവർ ഈ ഡാം നിൽക്കുന്ന എനിക്ക് വല്ല ഉറപ്പുണ്ടോ? ഇനിയിപ്പോ 2012 നമ്മൾ പുതിയ ഡാം എന്ന് പറഞ്ഞിട്ട് കേരളം ഒട്ടുക്ക് വലിയ സമരം ചെയ്തല്ലോ. ഇപ്പൊ 2024 ഒരു ഇഞ്ച് മുമ്പോട്ട് പോയോ? ഒരു ഇഞ്ച് പുറകോട്ടേ പോയിട്ടുള്ളൂ. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ പറ്റില്ല പുതിയ ഡാം വേണമെന്ന്. ഇപ്പോഴുള്ള ഡാം ഉറപ്പുള്ള എന്ന് അദ്ദേഹം പറയണം. ഞാനതിന് രാഷ്ട്രീയം പറയല്ല. 2012-13 ഇതേ ആളുകൾ തന്നെയാണ് അന്ന് UDF LDF, ഞാനൊരു പാർട്ടിയെ കുറിച്ചല്ല, BJP ഒരു പാർട്ടിയെ കുറിച്ചും അല്ല, ഈ മുഖ്യമന്ത്രിയാണ് മനുഷ്യച്ചങ്ങല നടത്തിയത്. മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി വരെ ഡാം ഇപ്പൊ പൊട്ടുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നതല്ല, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതേ പറയാൻ പറ്റൂ. ഞാൻ മുഖ്യമന്ത്രിയല്ല അത്രേ പറയൂ. ആണ് പ്രശ്നം. അപ്പൊ ഇത് മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷത്തിനോ ഒരു സർക്കാരിനോ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമല്ല. മഴക്കാലമാകുമ്പോൾ ഓർക്കുകയും വേനൽക്കാലമാകുമ്പോൾ മറക്കുകയും ചെയ്യുന്ന ഒരു വിഷയം മാത്രമാണ് മുല്ലപ്പെരിയാർ. കഴിഞ്ഞ 26 വർഷമായി മുല്ലപ്പെരിയാർ ചർച്ച ചെയ്യുന്നു. ഇന്നുവരെയും ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിൽ ഡാം നിർമ്മിച്ച് അവിടെ തന്നെ ശേഖരിക്കട്ടെ എന്ന നിലപാട് കേരളം സ്വീകരിക്കണം. തമിഴ്നാടിന് വെള്ളം ലഭ്യമാകണമെന്ന കാരണത്താൽ ലക്ഷക്കണക്കിന് ജീവനുകളെ നിസ്സാരമായി കണക്കാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. തമിഴ്നാടിന് കേരളം ജലം നൽകണമെന്നത് ഒരു തെറ്റായ വാദഗതിയാണ്. നിലവിൽ തമിഴ്നാട്ടിൽ നിരവധി അണക്കെട്ടുകൾ പ്രത്യേകിച്ചും മധുര ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടും കേരളത്തിൽ നിന്ന് ജലം കൊടുക്കണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത വാദഗതി ആണെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം ഹൈക്കോടതി ജംഗ്ഷന് സമീപം വഞ്ചി സ്ക്വയറിൽ നടന്ന ഏകദിന ഉപവാസത്തിൽ മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി മുൻ ചെയർമാൻ പ്രൊഫസർ CP റോയ്, കേരള കൗമുദി സീനിയർ റിപ്പോർട്ടർ PS സോമനാഥൻ, ആലുവ പരിസ്ഥിതി സംഘം സെക്രട്ടറി CI അബ്ദുൽ ജബ്ബാർ, പരിസ്ഥിതി പ്രവർത്തകൻ യേലൂർ ഗോപിനാഥ്, സേവ് കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി അമൃത പീതം, അഡ്വക്കേറ്റ് അനു കൃഷ്ണ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജീവൻ TV എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ PJ ആന്റണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. NCP ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ഷംസുദ്ദീൻ, മൈനോറിറ്റി ദേശീയ ജനറൽ സെക്രട്ടറി നാദിർ ഷാ കടായിക്കൽ, സംസ്ഥാന സെക്രട്ടറിമാരായ നൂർജഹാൻ കോട്ടയം, സാബു മത്തായി, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളിൽ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് രാജു ജേക്കബ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം ഭാസ്കരൻ മലിപ്പുറം, NYC സംസ്ഥാന പ്രസിഡന്റ് CK ഗഫൂർ, NYC സംസ്ഥാന സെക്രട്ടറി സയ്യിദ് ഹാഷിർ എന്നിവർ ഉപവാസത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മധുകുമാർ കുളത്തൂർ സ്വാഗതം പറഞ്ഞു.